ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റ് ലോഡ് തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 200 HP എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ് ലോഡ് വരുന്നത്. ആ 200 HP യൂണിറ്റ് ലോഡിനെ നമുക്ക് ട്രാൻസ്ഫോമർ സൂട്ട് ആവുമോ, അതിന് എനഫ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ചില പ്രോബ്ലംസിൽ ഇപ്പോൾ പഴയ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് 40% അല്ലെങ്കിൽ T=K/M എന്നുള്ള ഇക്വേഷൻസ് മാത്രമായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി ഒരു റൂൾ പറയുന്നത് ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ യൂണിറ്റ് ലോഡ്, ഏറ്റവും മാക്സിമം കപ്പാസിറ്റി യൂണിറ്റ് ലോഡ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 40% ആണ്. ട്രാൻസ്ഫോമർ റേറ്റിംഗിൻ്റെ 40% ആണ് യൂണിറ്റ് ലോഡ് മാക്സിമം കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് സ്റ്റാൻഡേർഡ് റൂള്. ഇപ്പം നമുക്ക് ഇക്വേഷൻസ്, തമ്പ് റൂൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. സോ യൂണിറ്റ് ലോഡ് വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോമർ റേറ്റിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് K+L/7 Z. K വാല്യൂ 1.5, VFDക്ക് 1.5 എടുക്കുന്നു, സ്റ്റാർ ഡെൽറ്റയ്ക്ക് വരുമ്പോൾ 2.5 വാല്യൂ ആണ് എടുക്കേണ്ടത്. അതുപോലെ M എന്ന് പറഞ്ഞാൽ മോട്ടോർ റേറ്റിംഗ്, യൂണിറ്റ് ലോഡിൻ്റെ റേറ്റിംഗിൻ്റെ HP ആണ്. അതുപോലെ L എന്ന് പറഞ്ഞ വാല്യൂ മാക്സിമം ഡിമാൻഡ് ചെയ്യുന്ന യൂണിറ്റ് ലോഡിനെ KVAയിലേക്ക് മാറ്റിയിട്ട് മൈനസ് ചെയ്യുന്ന വാല്യൂ കൊടുത്തു. അതുപോലെ /7. പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നത് EZ ആണ്. നമ്മൾ 11 kV ട്രാൻസ്ഫോമറിന് വരുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് സ്റ്റാൻഡേർഡ് വാല്യൂ വരുന്നത് 5% ആണ് വരുന്നത്. അപ്പോൾ ആ 5% എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ×5 വെച്ചിട്ട് തന്നെ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 200 HP ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 590 എന്ന് പറഞ്ഞ് ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ഇത് കാൽക്കുലേഷൻ ഒന്ന് കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 5% എന്ന് പറഞ്ഞ് ×5 വെച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 750. അപ്പോൾ ഈ രണ്ട് വാല്യൂവിൽ ഏറ്റവും കൂടിയ വാല്യൂ ഏതാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മൾ ട്രാൻസ്ഫോമർ റേറ്റിംഗ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ലോഡ് വെച്ചിട്ട് മാത്രം നമുക്ക് ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഇതാക്കാൻ പറ്റത്തില്ല. നമുക്ക് ബാക്കിയുള്ള ലോഡിനെയും ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ട്രാൻസ്ഫോമർ റേറ്റിംഗ് ടോട്ടൽ കൺട്രോൾ ലോഡിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഡിമാൻഡും ഫ്യൂച്ചർ റെസ്പോൺസിനും വെച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ റേറ്റിംഗ് നമുക്ക് ആവശ്യമാണ്. അല്ലാതെ യൂണിറ്റ് ലോഡ് കുറവാണ് എന്ന് പറഞ്ഞ് നമുക്ക് ട്രാൻസ്ഫോമർ റേറ്റിംഗ് കുറയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ബിൽഡിംഗ് വരുമ്പോൾ അവിടെ യൂണിറ്റ് ലോഡ്, സിംഗിൾ ലാർജസ്റ്റ് ലോഡ് എന്നൊക്കെ പറഞ്ഞത് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ് അവിടെയുള്ള കൺസ്യൂമേഴ്സിനെ എല്ലാം മീറ്റ് ചെയ്യുന്ന അത്രയും കപ്പാസിറ്റി ഉള്ള, അവരുടെ റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യുന്ന, ലോഡ് റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യുന്ന അത്രയും കപ്പാസിറ്റി ഉള്ള ട്രാൻസ്ഫോമർ വേണം നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ. അതായത് സിംഗിൾ ലാർജസ്റ്റ് ലോഡ് കുറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ട്രാൻസ്ഫോമർ റേറ്റിംഗ് കുറയ്ക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ വഴി സോൾവ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ റേറ്റിംഗ് കുറവാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ 750 kVA എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന റേറ്റിംഗിൽ നിന്ന് താഴെ റേറ്റിംഗ് ഉള്ള ട്രാൻസ്ഫോമർ എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും ഹയസ്റ്റ് ട്രാൻസ്ഫോമർ റേറ്റിംഗ് വരുന്ന ഏതാണോ അത് വേണം സെലക്ട് ചെയ്യാൻ. ഇനി യൂണിറ്റ് ലോഡ് കൂടുതലാണ്, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നതിനേക്കാളും വാല്യൂവിൽ കൂടുതൽ ട്രാൻസ്ഫോമർ റേറ്റിംഗ് ആണ് യൂണിറ്റ് ലോഡിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ വേണം നമുക്ക് എടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ യൂണിറ്റ് ലോഡ് വെച്ചിട്ട് ട്രാൻസ്ഫോമർ സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് 2.5 ആണ് K വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കൂടി പോവുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി VFD വെച്ചിട്ട് റീകാൽക്കുലേഷൻ ചെയ്യാം. VFD വരുമ്പോൾ K വാല്യൂ 1.5 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ട്രാൻസ്ഫോമർ സെലക്ഷൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്നത് HFT കേബിൾ സെലക്ഷൻ ആണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോളാറിൻ്റെ കേസ്. അപ്പോൾ സോളാറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. സോളാറിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 500 വാട്ട് പീക്കിൻ്റെ സോളാർ പാനലാണ്. സോളാറിൻ്റെ ഇത് 500 വാട്ട് എന്നല്ല പറയുന്നത്, വാട്ട് പീക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യം ചിലർക്ക് അറിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ലോഡൊക്കെ ഇവിടെ 250 കിലോ വാട്ടിലാണ് പറയുന്നത്, പക്ഷെ ഇവിടെ പറഞ്ഞത് വാട്ട് പീക്കിലാണ്. അങ്ങനെ പറയാൻ കാരണം സോളാറിൻ്റെ റേറ്റിംഗ് 500 വാട്ട് പീക്കിൻ്റെ ഒരു സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 500 വാട്ട് ജനറേറ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ 500 വാട്ട് ജനറേറ്റ് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമായിരിക്കും. ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കണ്ടീഷനിലാണ് 500 വാട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് വാട്ടിൽ പറയുന്നത്, വാട്ട് പീക്കിൽ പറയുന്നത്. ആ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 1000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഇറേഡിയൻസും, അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് സൺലൈറ്റിൽ പറയുന്ന ടൈമാണ് ഇറേഡിയൻസ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് വരുമ്പോൾ ആ പാനൽ 500 വാട്ട് ജനറേറ്റ് ചെയ്യും. ഇനി നമ്മൾ പാനലിൽ ഇരിക്കുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ 25 താഴെയാണെങ്കിൽ പ്രൊഡക്ഷൻ 500 കൂടുതലായിരിക്കും. അതുപോലെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കിവിടെ ടെമ്പറേച്ചർ 32 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 500ലും താഴെയായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ഇറേഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് സൺലൈറ്റിനാണ് ഇറേഡിയൻസ് പറഞ്ഞത്.
ഇറേഡിയൻസ് കൂടിയാൽ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. അതായത് സൺലൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് സൺലൈറ്റ് കൂടിയാൽ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. അത് 1000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഇറേഡിയൻസിലും കൂടുതൽ വന്നാൽ 500 വാട്ടിൽ കൂടുതൽ പ്രൊഡക്ഷൻ വരും. അതിൽ താഴെയാണെങ്കിൽ 500-ൽ കുറവായിരിക്കും വരുന്നത്. അപ്പോൾ ഈ 500 എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് പ്രൊഡക്ഷൻ ഒരിക്കലും വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്കി ലോഡുകൾ വാട്ട് എന്ന് പറയും, ഇതിനെ വാട്ട് പീക്ക് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷനിൽ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കണ്ടീഷനിൽ പ്രൊഡക്ഷൻ മാത്രമാണ് 500 വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതുപോലെ ഒരു പാനലിൻ്റെ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു സോളാർ പാനലിനെയാണ് നമ്മൾ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ VMP എന്ന് പറഞ്ഞാൽ റേറ്റഡ് വോൾട്ട് ആണ്. പാനലിൻ്റെ റേറ്റഡ് വോൾട്ട് ആണ് VMP. 30 വോൾട്ട് 30 വോൾട്ട് ആണ് ഒരു പാനലിൻ്റെ റേറ്റഡ് വോൾട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് നോക്കണം. സോളാർ ഇപ്പോൾ ഇലക്ട്രിക്കലുകാർക്കൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫീൽഡാണ്. ഇപ്പോൾ ഇൻസ്പെക്ടറിൻ്റെ ഈ ലൈസൻസിൻ്റെ എക്സാമിന് പോലും സോളാർ ഇപ്പോൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റും എല്ലാം ഇപ്പോൾ സോളാറിൽ നിന്നുള്ള ഒരു പവർ ജനറേഷനാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ ഗവൺമെൻറ് മാത്രമല്ല, യൂറോപ്പിലേക്കും ഒക്കെ പോകാൻ താല്പര്യമുള്ളവർക്കും എല്ലാം ഇപ്പോൾ ദുബായ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി വേക്കൻസീസ് ഒക്കെ സോളാർ ഇതിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ് സോളാർ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ലൈസൻസിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്.